ഇപ്പോൾ വരുന്നൊരു വാർത്ത. തൃശൂർ അതിരപ്പള്ളിയിൽ പുഴയിൽ തമ്പടിച്ച ആനക്കൂട്ടത്തെ കാട് കയറ്റിയിരിക്കുന്നു വനം വകുപ്പ്. വെറ്റിലപ്പാറ ഭാഗത്താണ് 4 ആനകൾ പുഴയിൽ തമ്പടിച്ചത്. മേഖലയിലെ ജനവാസ കേന്ദ്രത്തിൽ നിന്ന് ആനകളെ തുരത്താൻ വനം വകുപ്പ് ഇന്നു മുതൽ സ്പെഷ്യൽ ഡ്രൈവ് പ്രഖ്യാപിച്ചിരുന്നു. ഷബാസ് അഹമ്മദുണ്ട്. ഷബാസ് അഹമ്മദ്, നേരത്തെ അതിരപ്പള്ളിയിൽ ഒരു വയോധികനെ ആന ചവിട്ടിക്കുന്ന വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അവിടെ എത്തിയ വനം വകുപ്പ് മന്ത്രിയെയും ആന തടഞ്ഞത് നമ്മൾ കണ്ടു. ഒടുവിൽ വനം വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല യോഗം ഒരു സ്പെഷ്യൽ ഡ്രൈവ് പ്രഖ്യാപിക്കുകയായിരുന്നു. ഈ നാട്ടിലേക്ക് ഇറങ്ങുന്ന കാട്ടാനകളെ തുരത്താൻ അതിന്റെ ഭാഗമായിട്ടാണോ ഈ നടപടി? തീർച്ചയായും അരുൺകുമാർ, സ്പെഷ്യൽ ഡ്രൈവ് ഇന്ന് തുടങ്ങാനിരിക്കുകയാണ്. ഇന്ന് രാവിലെ ഈ കാട്ടാനക്കൂട്ടം അതിരപ്പള്ളിയിലെ ജനവാസ മേഖലയിലേക്ക് വീണ്ടും എത്തുന്നത്. അതിരപ്പള്ളി മേഖലയിലേക്ക് കാട്ടാനകൾ തുടർച്ചയായി എത്തുന്നത് പതിവാവുകയാണ്. അങ്ങനെ നിരന്തരം നിരവധി ആനകളാണ് ഈ മേഖലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇന്ന് രാവിലെ എത്തിയ 4 ആനകളെയാണ് ഈ പുഴയുടെ ഭാഗത്ത് നിന്ന് ഈ കാട്ടിലേക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തുരത്തി ഓടിച്ചിരിക്കുന്നത്. ഈ മേഖലയിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനകളെ തുരത്താൻ വനംവകുപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ള സ്പെഷ്യൽ ഡ്രൈവ് ഇന്ന് തുടങ്ങുകയാണ്. 11 മണിയോടെയാണ് ഔദ്യോഗികമായി സ്പെഷ്യൽ ഡ്രൈവിന് തുടക്കമാവുക. 100ഓളം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്ന ഒരു സ്പെഷ്യൽ ഡ്രൈവാണ്. അത്യാധുനിക സംവിധാനങ്ങളോട് കൂടിയായിരിക്കും ഈ സ്പെഷ്യൽ ഡ്രൈവ് നടത്തുക. എല്ലാ ആനകളെയും ഈ ജനവാസ മേഖലയിൽ നിന്ന് കാട്ടിലേക്ക് തുരത്തുക എന്നതാണ് ഈ സ്പെഷ്യൽ ഡ്രൈവിന്റെ ലക്ഷ്യം. ഈ കാണുന്ന ഈ ഒരു വെറ്റിലപ്പാറ വനംവകുപ്പ് ഓഫീസിൽ നിന്നായിരിക്കും ഡ്രൈവ് അല്പസമയത്തിനകം തന്നെ ഔദ്യോഗികമായി തുടങ്ങുക. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്ന് രാവിലെ ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയ കാട്ടാനകളെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തുരത്തി ഓടിച്ചിരിക്കുന്നത്. ഈ മേഖലയിൽ നിരന്തരമായി കാട്ടാനകൾ എത്തുന്നത് പതിവായിരിക്കുകയാണ്. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മോഹനൻ എന്ന ഒരാൾ ഈ ഭാഗത്ത് കൊല്ലപ്പെടുന്നത്, കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. അതിന് പിന്നാലെ വനംവകുപ്പ് മന്ത്രി എത്തിയാണ് ഇത്തരത്തിലൊരു ഡ്രൈവ് പ്രഖ്യാപിച്ചതും വനംവകുപ്പിന്റെ നടപടികൾ ദ്രുതഗതിയിൽ മുന്നോട്ട് പോകുന്നത്. താങ്ക് യു ഷബാസ് ആണ് വിവരങ്ങൾ നൽകിയത്.